ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സിപിഐഎം പ്രവർത്തകർക്കെതിരെ വധശ്രമ കുറ്റം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി. ഇഡി ഉദ്യോഗസ്ഥരുടെ പരിക്ക് ഗുരുതരമല്ല, ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൾ 67 ദിവസമായി കസ്റ്റഡിയിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 7 സിപിഐഎം പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചത്. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തായാലും സിപിഐഎം പ്രവർത്തകർക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി എന്തെല്ലാമാണ് പറഞ്ഞത്? സ്വാതി, ഈ CPM പ്രവർത്തകരെ കൂട്ടത്തോടെ ഈ കേസും പ്രതി ചേർത്തിരുന്നു. ഇതിൽ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. എന്നാൽ കോടതി ഇപ്പോൾ പറയുന്നത് വധശ്രമം എങ്ങനെയാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്താനാകുക എന്ന വാക്കാലുള്ള പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ആർക്കും പരിക്ക് പറ്റിയതായി കാണുന്നില്ല. വധശ്രമം കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. അതിൽ ഏത് തരത്തിലാണ് ഈ കുറ്റം നിലനിൽക്കുക, അല്ലെങ്കിൽ ഈ വകുപ്പ് എങ്ങനെയാണ് ചുമത്താനാകുക എന്നാണ് കോടതി വാദത്തിനിടെ ചോദിക്കുന്നത്. ED പറഞ്ഞു കൊല്ലാനുള്ള ഉദ്ദേശം മനസ്സിലുണ്ടായ മതി എന്നതായിരുന്നു EDയുടെ വാദം. പക്ഷേ ഇവർക്ക് പരിക്കുകളോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും കാരണത്താൽ ഇവരെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശമോ ഈ പ്രതികൾക്കുള്ളതായി യാതൊരുവിധ തെളിവുമില്ല. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലും പരിക്ക് പറ്റിയിട്ടില്ല. മറ്റൊന്ന്, ഇവർ ഉപയോഗിച്ച ആയുധം കണ്ടെത്താനായിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വധശ്രമ കുറ്റം നിലനിൽക്കുന്നത് എന്നാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് തന്നെ 67 ദിവസമായി ഇവർ കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചാണ്. കാരണം ഇതിൽ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇനിയും ഇവരെ കസ്റ്റഡിയിൽ വെക്കുന്നത് എന്ന ചോദ്യമായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റൊന്ന്, കോടതി ചോദിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ വധശ്രമം അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യം നിലനിൽക്കുന്നതല്ല. അതോടൊപ്പം തന്നെ വിചാരണ കോടതിയും അതോടൊപ്പം സെഷൻസ് കോടതി അടക്കമുള്ളവർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ഇവർ ഉന്നയിച്ചിരുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തങ്ങളെ പ്രതി ചേർത്തത്, കൃത്യമായ തെളിവുകളില്ല, വധശ്രമം അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിരിക്കുന്നു തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ EDയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇവരുടെ വാദങ്ങളെ തള്ളിയിരുന്നു. ED ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞത് ഇവർ ജാമ്യം എതിരായാൽ ജഡ്ജിമാരെ വരെ തല്ലും എന്ന രീതിയിലുള്ള പരാമർശമൊക്കെ EDയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ നടത്തി. പക്ഷേ കോടതി പറയുന്നത് ഇതിൽ ഗുരുതരമായൊരു കുറ്റകൃത്യം തന്നെയാണ്, ഗുരുതര സ്വഭാവമുണ്ട്. പക്ഷേ വധശ്രമം അടക്കമുള്ള കുറ്റം ചുമത്താൻ പാകത്തിനുള്ള തെളിവുകളില്ല. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് പരിക്കില്ല, ആയുധം കണ്ടെത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നിലനിൽക്കും എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് കോടതി.